അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലൻ നബിയ്യി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരിമാരെ, റമദാനിന് ശേഷം ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരുമിച്ച് ചേരാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. പടച്ച റബ്ബ് അവൻ്റെ വിശാലമായ സ്വർഗത്തിലും ഇതുപോലെ നമ്മെ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഉഷാറാണെന്ന് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ഒരു ആവേശത്തിലേക്കാണ് നിങ്ങൾ ഇരിക്കണത്. ഇപ്പം വലിയ ചൂടൊന്നും ഉണ്ടാവില്ല, കുറച്ച് കഴിയുമ്പോൾ നല്ല ചൂടുണ്ടാവും. എല്ലാവരും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുളക്ക് നോക്കും, എത്ര ഫാൻ കറങ്ങുന്നുണ്ട്, ഫാൻ കറങ്ങണില്ലേ, സ്പീഡില്ലേ എന്നൊക്കെ എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കും. ഹദീസ് പാഠത്തിലെ 7ാമത്തെ പാഠാണ് പറയണത്. തുറക്കണ്ട, പിന്നെ നിങ്ങൾ വായിച്ചാൽ മതി. 3 കാര്യങ്ങളാണ് ഹദീസിലുള്ളത്. ആ 3 കാര്യങ്ങൾ ചുരുക്കി ഞാൻ പറയാനാണ് ശ്രമിക്കുക. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽ യഖുൽ ഖൈറൻ, അവൻ നല്ലത് പറയട്ടെ, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫലാ യുഅ്ദി ജാറഹു, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ്റെ അയൽവാസിയെ ഉപദ്രവിക്കാതിരിക്കട്ടെ. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ളൈഫഹു, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ്റെ അതിഥിയെ ആദരിക്കട്ടെ. 3 കാര്യങ്ങളാണ് ഈ ഹദീസിലുള്ളത്. അതിലൊന്ന് സംസാരമാണ്. പടച്ച റബ്ബ് നമുക്ക് ചെയ്തു തന്ന നിഅമത്തിൽ ഏറ്റവും വലിയ നിഅമത്തിൽ ഒന്ന് സംസാരിക്കാൻ പറ്റുക എന്നതാണ്. ഞാനിവിടെ വന്നപ്പോൾ 2 ഫോൺ ചെയ്തു. പലപ്പോഴും നമ്മളൊക്കെ പറയാൻ എന്താ വെച്ചാൽ, എനിക്കൊന്നും കിട്ടിയിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ എന്നും കഷ്ടപ്പാടാണ്, എന്നാണ് അവൻ പടച്ചോനെ ഇത് തീരുക. എന്നിട്ട് ചില ആൾക്കാർ പ്രാർത്ഥിക്കും പടച്ചോനോട്, പടച്ചോനെ എൻ്റെ കാര്യം കഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ആളുകളുണ്ടാവും. ഞാൻ അറിയുന്ന 2 സഹോദരിമാരുടെ ഭർത്താക്കന്മാർക്കാണ് ഞാൻ വിളിച്ചത്. ഒരാളുടെ ഭാര്യ ഇന്നലെ ബാത്റൂമിൽ തലമിന്നി വീണു. പിന്നെ ഒരു അന്തും കുന്തുമില്ലാത്ത വർത്താനാണ് എന്ത് ചെയ്യണത് പറയണത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കുമ്പോൾ ചെറിയൊരു ബ്ലീഡിങ് ഉണ്ട്. അൽഹംദുലില്ലാ, നിങ്ങൾക്കാർക്കും അങ്ങനെ പറ്റിയില്ലല്ലോ. ഇനി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചോളും, ഈ സമയത്ത് അങ്ങനെ ഇല്ലല്ലോ, അൽഹംദുലില്ലാ. വേറൊരു സഹോദരിക്കുള്ള പ്രശ്നം എന്താ നിങ്ങൾക്ക്, ഒരു മുഴ ഉണ്ടായിട്ട് മലവും മൂത്രവും പോണില്ല. മുമ്പുണ്ടായിരുന്നു, അത് ചെറുതാവെന്ന് പറഞ്ഞു, പക്ഷേ വലുതായിട്ട് മലവും മൂത്രവും പോവാതെ പ്രയാസപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ഇതൊക്കെ നിർവഹിച്ച് വന്നിരിക്കുന്ന ആളുകളായിരിക്കും നമ്മൾ. അതിനൊന്നും ഒരു രൂപ പോലും നമ്മളോട് കൊടുത്തിട്ടില്ല. നമുക്ക് കിട്ടിയ നിഅമത്തുകൾ, വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങളെ ശരീരത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ എന്നല്ലാഹു ചോദിക്കുന്നുണ്ട്. നമുക്ക് കിട്ടിയ നിഅമത്തുകൾക്ക് കയ്യും കണക്കില്ല സഹോദരിമാരെ.
പക്ഷെ നമ്മൾ പൊതുവേ എന്താ വെച്ചാൽ ആളുകൾ പറയാൻ ശ്രമിക്കുക എപ്പോഴും ഇല്ലായ്മകളും ഇല്ലാത്തതാണ് പറയാൻ ശ്രമിക്കുക. ഒരു നല്ല വെള്ളത്തുണിയിൽ ഒരു ചെറിയ കുത്തുണ്ടെങ്കിൽ വേണ്ട നിങ്ങളെ നിസ്കാര കുപ്പായ എടുക്കുക, അതിലാണല്ലോ കരിമ്പനടിച്ചിട്ടുണ്ടാവുക. എല്ലാവരും പറഞ്ഞാൽ നിസ്കാര കുപ്പായൊക്കെ ഫുള്ള് ഉള്ള, പക്ഷേ മഫ്തൻ്റെ അവിടെ അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, കരിമ്പനടിച്ചിക്കണ് അറിയും. ബാക്കി വെള്ളമൊന്നും കണ്ടില്ലല്ലോ. ഇതാണ് ശരിക്കും നമ്മളെയൊക്കെ ജീവിതം. നല്ലതൊന്നും കാണില്ല. അപ്പോൾ ആ സഹോദരിമാരെ വെച്ച് നോക്കുമ്പോൾ നമ്മളെത്ര ഭാഗ്യവാന്മാരാണ്. അള്ളാഹു അവർക്ക് രണ്ടു പേർക്കും പരിപൂർണ ശിഫ എന്നെ നൽകുമാറാവട്ടെ. അപ്പോൾ അതിൽപ്പെട്ട ഒന്ന് ആണ് നമുക്ക് കിട്ടിയ സംസാരിക്കാൻ പറ്റുക എന്നത്. ആ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. തകല്ലം ബിത്വയ്യിബിൽ ഖൗലി ഫി ഖൈർ, നന്മയിൽ നീ നല്ല വാക്കുകൾ കൊണ്ട് സംസാരിക്കുക. നല്ല വാക്കുകളാണ് പറയേണ്ടത്. ചില ആളുകളൊക്കെ നിങ്ങൾക്കത് അത്ര അങ്ങനെ ഉണ്ടാവില്ല. ഈ ചെറുക്കന്മാരൊക്കെ ചെക്കന്മാരൊക്കെ എന്താ വെച്ചാൽ ഇപ്പോൾ എവിടെയപ്പോൾ അത് കുറക്കും, ചെക്കന്മാരൊക്കെ എന്താ വെച്ചാൽ ഫുള്ള് തെറിയുക, ഫോണൊക്കെ എടുത്തിട്ട് വിളിക്കുക, എടാ ഡാഷ് ഡാഷ് എന്നൊക്കെയാണ് വിളിക്കുക. പച്ചത്തെറികൾ വിളിക്കണ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇനി ചില സഹോദരിമാരുണ്ട് അങ്ങനെ. എനിക്കിത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് എൻ്റെ ഒരു അയൽവാസിനുണ്ട്. അവരെല്ലാവരും വിളിക്കുക, ഇന്നിപ്പോൾ ഇവിടെ പറയാൻ പറ്റില്ലല്ലോ, കുട്ടികളൊക്കെ അല്ലേ, ഇതാണ് വിളിക്കുക. ആരെങ്കിലും റോട്ടിൽ കൂടെ അങ്ങനെ പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ വെറുതെ അങ്ങനെ പോകുമ്പോൾ പോലെ അതിൽ വന്ന് എന്ത് ചെയ്താൽ മതി, ഒരിലയൊന്നും ഉള്ളിയാൽ മതി. അപ്പോൾ ഡാഷ് ഇജ് എന്തിനാണ് എൻ്റെ മേൽ വന്ന് ഇല നുള്ളണം, എനിക്ക് മര്യാദയ്ക്ക് പോയിക്കൂടെ, ആരെയും വെറുതെ വിടുക. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു തകല്ലം ബിത്വയ്യിബിൽ ഖൗലി ഫിൽ ഖൈർ, നീ സംസാരിക്കുമ്പോൾ നല്ല വാക്കുകൾ കൊണ്ട് സംസാരിക്കുക. നാവ് കൊണ്ടുള്ള മുറിവ്, പണ്ഡിതന്മാർ പറഞ്ഞൊരു വാക്കാണ്, നാവ് കൊണ്ടുള്ള മുറിവ് അത് മാറും എന്ന് വിചാരിക്കണ്ട. വാള് കൊണ്ടുള്ള മുറിവ് എന്ത് ചെയ്യുക, ചിലപ്പോൾ മാറും. അപ്പം നിങ്ങൾ ഒരാൾ കത്തിയെടുത്ത് വെട്ടിയാൽ അത് പാട് പോകുമ്പോഴൊക്കെ എന്ത് ചെയ്യും, തീരും. പക്ഷെ നാവോണ്ട് പറഞ്ഞ വാക്കുണ്ടല്ലോ, മരിച്ചാലും മറക്കൂല, മരിച്ചോടത്തുനിന്ന് വരെ ഓർമ്മ വരും. എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ. അപ്പോൾ പൊതുവെ ആളുകൾ എന്താ വെച്ചാൽ, ചില ആളുകൾക്ക് എന്താ വെച്ചാൽ എന്താ പറയേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്നറിയില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു വഖ്ഫിൽ സൗതക മുതമഹ്യിലൻ ഫി ഹദീസിക, നിന്റെ സംസാരത്തിൽ നീ ശബ്ദം താഴ്ത്തുകയും അവധാനത കാണിക്കുകയും ചെയ്യണം. സംസാരത്തിൽ ഒരു സാവകാശം കാണിക്കണം. വേറൊരാൾ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി, മറുപടിയൊക്കെ പറഞ്ഞാൽ മതി. പറയുന്ന ആളിലേക്ക് വൻസിത് ലിമൻ കല്ലമക് ഫമുഖ്ബിലൻ അലൈഹി വലാ തുഖാതിഉഹു, ഒരാൾ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോഴത്തേനും എന്ത് ചെയ്യരുത്, അത് മുറിച്ചിട്ട് അതിൻ്റെ എടി കയറിയിട്ട് എന്ത് ചെയ്യരുത്, വർത്താനം പറയരുത്. അയാൾക്ക് പറയാനുള്ളത് ഫുള്ള് എന്ത് ചെയ്യണം, കേൾക്കുക എന്നത് ശ്രദ്ധിക്കണം. നിന്നേക്കാൾ മുതിർന്നവരാണെങ്കിൽ അവരോട് സംസാരത്തിൽ ധിക്കാരം കാണിക്കാനും പാടില്ല. അവിടെ പറഞ്ഞപ്പോൾ എന്താ വെച്ചാൽ, ഒരാൾ വർത്താനം പറയുമ്പോൾ ആ വർത്താനം പൂർത്തീകരിക്കാൻ എന്ത് ചെയ്യണം, ഒരവകാശം അയാൾക്ക് കൊടുക്കണം. ചിലപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടേക്കാർ അവസാനം എന്ത് ചെയ്യുക, ഇങ്ങനെയാട്ടോ എന്ന് പറയണേ. അപ്പോൾ എന്ത് ചെയ്യണം, അതിനൊരു അവകാശം എന്ത് ചെയ്യണം, കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് നാവ് കൊണ്ടുള്ള മുറിവ്, സംസാരത്തിൽ നാവ് കൊണ്ടുണ്ടാവുന്ന മുറിവ് അത് വലിയ പ്രയാസം തന്നെയാണ് എന്ത് ചെയ്യുക, സൃഷ്ടിക്കുക എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, സംസാരത്തിൽ വരുന്നതാണ്. എന്താണ് വൈലുൻ, നാശമാണ്. ആർക്ക്, ലികുല്ലി ഹുമസത്തിൽ ലുമസ, കുത്തിപ്പറയുന്ന ആക്ഷേപിക്കുന്ന. കുത്തി പറയാനാൽ പറയുന്ന ആൾക്ക് മാത്രമേ എന്തേ ഉള്ളൂ, മനസ്സിലാവുള്ളൂ. കേൾക്കുന്ന ആളുകൾക്ക് ആരെയാന്ന് മനസ്സിലാവില്ല. ഇപ്പം എനിക്ക് നിങ്ങളിൽ ഒരാൾ അറിയാമെന്ന് കൂട്ടിക്കോളി, ഞാൻ അതെന്ത് ചെയ്തു, ഇവിടുന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അത് വേറെ രൂപത്തിലാണ് മനസ്സിലാവുക. ഒരാൾക്ക് മാത്രം തരും മനസ്സിൽ ചെറിയ വേദന വാക്കൊണ്ടുണ്ടാവും. മനസ്സിൽ ചെറിയൊരു വേദന എന്ത് ചെയ്യും, ആ വാക്കുകൾ കൊണ്ടുണ്ടാകും. ബാക്കിയുള്ളവർക്കൊന്നും പ്രശ്നമല്ല, നോർമലാണ്. അതാണ് ഹുമസ എന്ന് പറയാം, കുത്തിപ്പറയുക. ചില കാര്യങ്ങളൊക്കെ നമ്മളെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെയായി മാറപ്പെടുന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് നാവ് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുത്തിപ്പറയുക എന്നുള്ളത് തന്നെയാണ്. ഒരാളെ കുത്തിപ്പറയുമ്പോൾ, കുത്തി വേദനിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളൊക്കെ ജീവിതത്തിൽ ഒരുപാട് കുത്തുവാക്കുകൾ കേട്ടിട്ടുണ്ടാകും. ആ കുത്തുവാക്കുകൾ നിങ്ങളെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാകും. ഞാൻ പറയുമ്പോൾ നിങ്ങളെ മനസ്സിൽ നിങ്ങൾ കേട്ട ചില കുത്തുവാക്കുകൾ മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ടാവും. അതേപോലെ എന്ത് ചെയ്യുന്നുണ്ടാവുമോ, നിങ്ങൾ പറഞ്ഞ ചില വാക്കുകൾ
വേറെ ചില ആളുകളെ മനസ്സിലുണ്ടാവും. മനുഷ്യന്മാർക്ക് മറക്കാൻ പറ്റൂല, പൊറുക്കാനേ പറ്റൂ. സാരല്ല, പ്രശ്നമല്ല എന്ന് പറയാം, പക്ഷെ മറക്കൂല മനുഷ്യന്മാർ. നിങ്ങൾ എന്തെങ്കിലും മറന്നിട്ടുണ്ടോ? ഉണ്ടാവില്ല. നിങ്ങളൊരു 5 വയസ്സുള്ളൊരു സംഗതി ഓർത്തെടുക്കാൻ ശ്രദ്ധിച്ചു നോക്കി, നിങ്ങളെ മനസ്സിലത് ഓർമ്മ വരും. നിങ്ങൾ എവിടെയെങ്കിലും ഒരു 5-ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് സംഭവിച്ച ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ വെച്ചുകുത്തി വീണത് അവിടെ എത്തുമ്പോൾ നിങ്ങൾക്കട്ട് ഓർമ്മ വരും. എപ്പോഴും ഓർമ്മ വരുന്നത് അവിടെ എത്തുമ്പോൾ ഓർമ്മ വരും. ഇപ്പോൾ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ മനുഷ്യന്മാരെ വാക്കുകളൊക്കെ ഓർക്കും, മറക്കൂല. അതുകൊണ്ട് വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിച്ച് പറയുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ വാക്കുകളിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഗീബത്ത്, നമീമത്ത്. എന്താണ് ഗീബത്തും നമീമത്തും തമ്മിൽ വ്യത്യാസം? നമ്മൾ സാധാരണ പറഞ്ഞു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ് ഗീബത്ത് നിങ്ങൾക്ക് അറിയാം? അപ്പോൾ പറഞ്ഞു അറിയില്ല എന്ന് പറഞ്ഞു. നബി സ്വല്ലല്ലാഹു പറഞ്ഞു, ദിക്റുക അഖാക ബിമാ യക്റ, നിന്റെ സഹോദരനെ കുറിച്ച് അവർക്കിഷ്ടമില്ലാത്തത് പറയലാണ്. ചെയ്യാത്ത പറയലല്ല കേട്ടോ. നമ്മളെന്താ പറയാ? ഓളെ സ്വഭാവമാണ്, ഓള് ചെയ്തണ്ടിക്കണ, ഓള് പറഞ്ഞിട്ടിക്കണോ, അത് പറയാൻ പറ്റൂല. ചെയ്യാത്തത് പറയൽ എന്താണ് അതിന് പറയാം? നോണാന്നാ പറയാം, കളവ് എന്നാ പറയാം. ചെയ്തത് പറയണതിനാണ് ഗീബത്ത്. അങ്ങനെ ഒന്നുകൂടെ പറയാം, ഗീബത്ത് എന്ന് പറഞ്ഞാൽ ചെയ്യാത്ത പറയലല്ല, ചെയ്തത് പറയൽ. ചെയ്യാത്തത് പറയുന്നതിന് പറയാം കളവ് എന്നാണ്, നുണ പറഞ്ഞു എന്നാണ് പറയാം. അതുകൊണ്ട് ഗീബത്ത് വരാൻ പാടില്ല. ഒരാളിൽ ഉള്ളത് പറയാൻ പാടില്ല. ഒരാളത് ഉള്ളത് പറയാതിരിക്കുക. ഒരാളത് ഉള്ളത് മൂടി വെക്കേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക? മൂടി വെക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ക്വാളിറ്റിയാണ്. അങ്ങനെ ഒരാളത് പുറത്തു പറയേണ്ട സംഗതി അല്ലെങ്കിൽ പറയാതിരുന്നാൽ അള്ളാഹു അയാളുടെ ന്യൂനതകളും മറച്ചു വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരാളെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നതിനെ പറ്റി അള്ളാഹു തആല പറഞ്ഞത് അത് പച്ചമാംസം ഭക്ഷിക്കുന്നതിന് തുല്യമാണ് എന്നാണ്. നമ്മളിപ്പോൾ സാധാരണ എന്തെങ്കിലും കൊണ്ടുവന്നാൽ വേവിക്കാത്ത തിന്നൂലല്ലോ. വേവിക്കാത്ത തിന്നുന്ന ഒരാളെ കണ്ടാൽ നമ്മൾക്ക് എന്തൊക്കെ അറിയാം, നമ്മൾ അറപ്പയിക്കാരം നമ്മൾക്ക്. പക്ഷെ നമ്മളൊക്കെ എന്നും അങ്ങനെ തിന്നുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ചോദിച്ചു നോക്കൂ, യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളൻ ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ വലാ യഅ്തബ് ബഅദുകും ബഅദാ അയ്യുഹിബ്ബു അഹദുകും മൻ യഅകുല ലഹ്മ അഖീഹി മൈതാ ഫകരിഅ്തുമൂ വത്തഖുല്ലാഹ ഇന്നല്ലാഹ തവ്വാബുർ റഹീം. വിശ്വാസികളെ, ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി, നിങ്ങൾ ഊഹങ്ങളിൽ നിന്ന് അധികം ഒഴിവാക്കിക്കോളൂ. ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ, ഊഹങ്ങളിൽ അധികവും കുറ്റമാണ്. വലാ തജസ്സസു, നിങ്ങൾ ചാരപ്പണി നടത്തരുത്. ചാരം പറഞ്ഞാൽ വെണ്ണൂറില്ലേ, വെണ്ണൂറ് അടുപ്പെന്ന് വാരിയിട്ട് തെങ്ങുകുഴി കൊണ്ടുപോയിടരുത് നല്ലപ്പോൾ പറഞ്ഞത്. വലാ തജസ്സസു എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തുനിന്ന് കേട്ടത് കൊണ്ടുപോയിട്ട് പുറത്ത് കൊണ്ടുപോയി പറയാം. പലപ്പോഴും നമ്മൾ നോക്കിയടി ഓളുണ്ടല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞിക്കണമല്ലോ, എത്താപ്പല്ലേ ഇഞ്ചി ആരോടും പറയണ്ട കേട്ടോ പറഞ്ഞു. എന്നിട്ട് ഓൾ ആരോടും പറഞ്ഞില്ല. അവസാനം ഇത് ആരടുത്തെത്തി? പറഞ്ഞ ആളടുത്ത് തന്നെ എത്തി. ഈ കാര്യത്തിൽ നിങ്ങൾ കുറച്ച് ബാക്കിലാണ്. എല്ലാത്തിലും നിങ്ങൾ ബാക്കിലാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ തൊള്ളി നാവ് അടക്കണ കൊടുത്തുണ്ടല്ലോ. ഒരാളോടൊരു കാര്യം പറയരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? പറയരുത് കേട്ടോ എന്ന് പറഞ്ഞിക്കണ് പറഞ്ഞാണ്ട് പറയും. ഓലും അപ്പുറത്ത് എന്ത് പറയണ്ടാവും? പിന്നെ ഇജാരോടും പറയരുത് കേട്ടോ, ഞാൻ ഇജായതുകൊണ്ട് പറഞ്ഞാണ് പറയും. ഓലും പറ്റുക. അവസാനം ഫസ്റ്റ് ഉണ്ടായ ആളെ അടുത്ത് എത്തും, ഇജാരോടും. അപ്പം അങ്ങനെ ചിരിച്ചു, ഇതിപ്പോൾ ഞാൻ ആരോടും പറയരുത്, എന്തിപ്പോൾ ഈ നാട്ടിൽ ഫുള്ള് പാട്ടായല്ലോ ഇതുണ്ടാവുക. നമ്മളോടൊരു കാര്യം ഒരാൾ പറയരുത് എന്ന് പറഞ്ഞാണ്ടല്ലോ, പിന്നെ ഇപ്പം ഞാൻ അത് ആരായാലും പറയാൻ പാടില്ല. ഇപ്പം എന്നോടൊരാൾ പറഞ്ഞു, പിന്നെ ഇത് നിങ്ങൾ ആരോടും പറയണ്ട കേട്ടോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പനോട് പറയാൻ പറ്റും, എനിക്ക് ഉമ്മാനോട് പറയാം, ആരോടും പറയാൻ പറ്റില്ല. എന്നെ വിശ്വസിച്ചിട്ടാണ് എന്നോട് പറയരുത്. ഞാനപ്പം എന്ത് പറയും? എന്നോടൊരു കാര്യം പറഞ്ഞപ്പോൾ എന്നെ പെണ്ണുങ്ങളോട് പറഞ്ഞു, പിന്നെ നോക്കിയാൽ നീ ആരോടും പറയണ്ട കേട്ടോ പറഞ്ഞു. ഓള് പോയിട്ട് മൂത്തച്ഛനോട്, പിന്നെ താത്ത നിങ്ങൾ ആരോടും പറയണ്ട കേട്ടോ പറഞ്ഞു. മൂത്തച്ഛ അയലോകത്ത് കുഞ്ഞിമൂനോട്, കുഞ്ഞിമോ ഇജാരോട് പറയല്ലോ കേട്ടോ പറഞ്ഞു. ഇതിപ്പോൾ ആകെ നാട്ടിലൊക്കെ പാട്ടായി. ഇതാണല്ലത്. അതാണ് ചാരപ്പണിയാണ്. ഒരു ഭാഗത്തു നിന്ന് കേട്ടത് പറയാം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ രണ്ടാൾക്കാരിങ്ങനെ വർത്താനം പറയാം. എന്നിട്ട് നോക്കടി എന്നെ പറ്റിയുണ്ടല്ലോ ഓൾക്ക് ഇതൊക്കെ പറയാല്ലേ, എന്നെ പറ്റി ഇങ്ങനെ പറയുന്നതെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല, ഇനി നോക്കെ എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യുക? ഈ പണി എന്ത് ചെയ്യാൻ പാടില്ല, എടുക്കാൻ പാടില്ല. നിങ്ങളിൽ ചില ആളുകൾ ചില ആളുകളെ കുറിച്ച് ദുഷിച്ചത് പറയരുത്. ഉള്ളത് തന്നെയാണ്, പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല,
പറയാൻ പാടുക. അപ്പോൾ പിന്നെ നമീമത്ത് എന്താ നിങ്ങൾ കുണി ചോദിക്കും. നമീമത്ത് എന്താ വെച്ചാൽ ഉള്ള സാധനത്തിലേക്ക് കാര്യത്തിലേക്ക് കൂട്ടിപ്പറയാം. ഒന്നുകൂടെ ഞാൻ പറയാം, നോക്കിക്കോളി. ഗീബത്ത് എന്ന് പറഞ്ഞാൽ ഇല്ലത് പറയാം, ഉള്ളതിലേക്ക് കൂട്ടിപ്പറയലാണെന്ത് നമീമത്ത്. ഇല്ലാത്തത് പറയലാണെന്ത് നുണ, കളവ്. ഇനിയിപ്പോൾ എന്താ പറയാൻ പറ്റുക? ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, നബിയെ എൻ്റെ അടിമകളോട് അഹ്സൻ, നല്ലത് പറഞ്ഞാൽ മതി, അല്ലാത്തതൊന്നും പറയണ്ട. നാട്ടുകൂടാണെന്ന് എല്ലാം എന്ത് ചെയ്യണ്ട, പറയേണ്ടതില്ല. എന്നിട്ട് അല്ലാഹു ചോദിക്കാണ്, ഗീബത്ത് പറയുക, അയുഹിബ്ബു അഹദുക്കും മയ്യഅകുല ലഹ്മ അഖീഹി മൈതാ. നിങ്ങളൊരാൾ മയ്യത്ത് തിന്നാൻ, മയ്യത്ത് പോയിട്ട് പച്ചർച്ച അല്ലേ തിന്നാൻ ഇഷ്ടപ്പെടൂലെങ്കിൽ അത് ഗീബത്താണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് സംസാരത്തിൽ വരുന്നതാണെന്ന് ഒന്ന് കുത്തുവാക്ക് ഞാൻ പറഞ്ഞു. പിന്നെ ഗീബത്ത് ഉള്ളത് പറയൽ, നമീമത്ത് ഉള്ളതിലേക്ക് കൂട്ടിപ്പറയൽ, കളവ്, ഇതൊക്കെ എന്ത് ചെയ്യും സംസാരത്തിൽ വരുന്ന അവസ്ഥ ഉണ്ടാകും. അങ്ങനെ വന്നപ്പോൾ എന്താ സംഭവിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകളെ പറ്റി പറഞ്ഞു. ആനായ അബൂ ഹുറൈറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയോട് ചോദിച്ചു, നബിയെ ഈ മുഫ്ലിസ് ആരാണെന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. മുഫ്ലിസ് ആരാണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ കുറേ നന്മകളുമൊക്കെയായി വരും. ഖാലു അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദിർഅമ ലഹു വലാ മതാ. മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ പാപ്പരായ ആൾ. ആരാ പാപ്പരായ ആൾ ചോദിച്ചാൽ ഞങ്ങൾ എന്താ പറയാ? പൈസ ഇല്ലാത്തവനെന്നല്ല പറയാ. സഹാബത്ത് പറഞ്ഞു, നബിയെ ഭക്ഷണമൊന്നും ഇല്ലാത്ത, പൈസ ഒന്നും ഇല്ലാത്ത ആളാണ് മുഫ്ലിസ്, പാപ്പരായ ആൾ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ എന്താ? ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി യഅതി യൗമൽ ഖിയാമ ബിസ്സലാത്തിൻ വസിയാമിൻ വസകാത്തിൻ. എൻ്റെ ഉമ്മത്തിലെ മുഫ്ലിസ് പാപ്പരായ ആൾ പൈസ ഇല്ലാത്ത ആളല്ല, തിന്നാൻ കിട്ടാത്ത ആളല്ല. ആരറിയാം? നിസ്കാരം, നോമ്പും സക്കാത്തും ഒക്കെ ആയിട്ട് വരും. പക്ഷേ ഖദ് ശതമഹാദാ വഖദഫഹാദാ വഅകല മാലഹാദാ വസഫഖ ദമ വളറബഹാദാ. എൻ്റെ ഉമ്മത്തിലെ മുഫ്ലിസ് ആരറിയത്? പാപ്പരായ ആള്, അയാൾ ചില ആൾക്കാരെ ശത്തം എന്ന് ചീത്ത പറയാം, ദുഷിച്ചത് പറഞ്ഞിട്ടുണ്ടാകും. വേറെ ചില ആൾക്കാരെ കുറിച്ച് ആരോപണം പറഞ്ഞിട്ടുണ്ടാവും, വ്യഭിചാരാരോപണം പറയാം. ഓളവിടെ കണ്ടോലോന്ന് പറയാൻ പറ്റൂല. ഇസ്ലാമികമായിട്ട് അങ്ങനെ ഒരു വാക്ക് നമ്മളെന്താ വെച്ചാൽ കുടുംബത്തിലൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ പിന്നെ നമ്മളെന്ത് ചെയ്യും? അതെടുത്തിങ്ങനെ പറഞ്ഞു നടക്കും, അങ്ങനെ ആയാലോ ഇങ്ങനെ ആയാലോ. നോക്കി നിങ്ങൾ, അല്ലാഹു തആല പറഞ്ഞത് എന്താ അറിയോ? അങ്ങനെ ഒരാൾക്ക് പറയണം എന്നുണ്ടെങ്കിൽ തന്നെ എന്തോ വല്ലദീന യർമൂനൽ മുഹ്സനാതി ثم لم يأتوا بأربعة شهداء فجلدوهم 80 جلدا ولا تقبلوا لهم شهادة أبدا أولئك هم الفاسقون والذين يرمون المحصنات. മുഹ്സനാത്തുകളെ പറ്റി ആരോപണം, ഓളവിടെ കണ്ടോലോ, ഓളൊക്കെ ഇപ്പം അങ്ങനെ പോകല്ലേ? സാധ്യതല്ല. എന്നാലുമില്ലേ ചോളൊന്നും കാണാൻ പറ്റാത്തത് കണ്ടിട്ടെന്ന് പറയില്ലേ? ഒരാളെ കാണാൻ പറ്റാത്തത് കണ്ടു എന്ന് പറയണമെങ്കിൽ 4 സാക്ഷികൾ വേണം. ഞങ്ങൾ 3 ഒരാളെ പറ്റി എന്തോ കണ്ടിട്ട് വന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണം പറഞ്ഞറിയോ? നിങ്ങളെ 3 എംബീച്ച് അടിയടിക്കണം എന്നാ. പിന്നെ എങ്ങനെ നമ്മൾ ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ പറ്റൂല സഹോദരിമാരെ, മുണ്ടാൻ പറ്റൂല. നമ്മളൊക്കെ കുടുംബത്തിലെ ചില ആൾക്കാരൊക്കെ പോയി എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയൊക്കെ പോയി എന്ന് പറയണമെങ്കിൽ നമ്മളടുത്ത് തെളിവ് വേണം. നമ്മളായിട്ട് എന്ത് ചെയ്യണ്ട, 4ാമത്തെ ആൾ പറ്റി പിന്നെ നോക്കടി ഓളുണ്ടല്ലോ എന്ന് പറയണ്ട. ഓർക്ക് 80 അടി അടിക്കണം. വലാ തഖ്ബലൂ ലഹും ഷഹാദതൻ അബദാ. പിന്നെ ഓര് പറയുന്ന സാക്ഷ്യം ഒരിക്കലും സ്വീകരിക്കാനും പാടില്ല എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അതുകൊണ്ട് ഈ ആളുകളെ കുറിച്ച് ആരോപണം പറയുക, നമുക്ക് ഉറപ്പുള്ള കാര്യം പോലും ഒരാൾ കണ്ടാൽ പറയാൻ പാടില്ല. അങ്ങനെ പറയണമെങ്കിൽ ഭാര്യക്കും ഭർത്താവിനും മാത്രമേ, വേറൊരാൾക്കും പറയാൻ പറ്റില്ല. അതിനൊക്കെ 4 ആൾ വേണമെന്ന് പറഞ്ഞു കൊടുത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പലരെക്കുറിച്ചും പലതും പറഞ്ഞു നടക്കുന്നത്. ചില ആൾക്കാരെ സമ്പത്തെടുത്തു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം എന്താ സംഭവിക്കറിയാം? നാവിന് നിയന്ത്രണം ഇല്ലാത്തോണ്ട് ഓരോരുത്തർക്കും ഓരോ നന്മ എടുത്തു കൊടുക്കും. ഞാനൊരാളെ മറ്റേ ഈബത്ത് പറഞ്ഞാൽ പരലോകത്തിന് പോകാൻ നന്മ എടുത്തു കൊടുക്കും, എൻ്റെ നിസ്കാരം എടുത്തു കൊടുക്കും, മറ്റൊക്കെ എൻ്റെ നോമ്പ് എടുത്തു കൊടുക്കും. അവസാനം ഒക്കെ കൊടുത്തൊക്കെ കഴിഞ്ഞു.
ഇനിയുണ്ട് കുറേ ആൾക്കാർക്ക് കൊടുക്കഞ്ഞിപ്പോൾ എന്താ കാട്ടുക? ഓല് പോണില്ല. എന്നാൽ പിന്നെ നിങ്ങൾ കുറേ നുണറിഞ്ഞതൊക്കെ അല്ലേ, നിങ്ങൾ കുറേ പറഞ്ഞൊക്കെ എനിക്ക് ഇങ്ങോട്ട് കാട്ടിയറിയും. അവസാനം ചെയ്തതൊക്കെ കൊടുത്ത് ഓല വേണ്ടാത്തവരൊക്കെ വാങ്ങിയിട്ട് നരകത്തേക്ക് പോണ അവസ്ഥ ഉണ്ടാകും. അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് മുഫ്ലിസ് പാപ്പരായ ആളുകൾ ആകാൻ പാടില്ല. സംസാരത്തിൽ എന്ത് ചെയ്യണം? ഒരു മാന്യതയും ഒരു അവധാനതയും കാണിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒന്നാമത്തെ കാര്യം. ഇനി ഹദീസിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് നമുക്ക് പോകാം. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫലാ യുഅ്ദി ജാറഹു. അയാൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അയൽവാസിയെ ഉപദ്രവിക്കാതിരിക്കട്ടെ. ഇന്നലെ ഇപ്പോൾ വെള്ളിയാഴ്ചയാണല്ലോ, മിനിഞ്ഞാന്നൊരു വീട്ടിൽ പോയിട്ടോ. അപ്പോൾ മിനിഞ്ഞാന്ന് ആ വീട്ടിൽ ചെന്നപ്പോൾ കണ്ടെന്താ പറയുക, അവിടെ ഇങ്ങനെ ഇപ്പം നല്ല ചൂടല്ല, ഈ പച്ച ഷീറ്റ് ഇങ്ങനെ സൈഡിൽ വലിച്ചു കെട്ടിയിരിക്കണം. പച്ച ഷീറ്റ് സൈഡിൽ വലിച്ചു കെട്ടിയിരിക്കണം. അപ്പോൾ സാധാരണ ഇങ്ങനത്തെ ഷീറ്റൊക്കെ വലിച്ചിട്ട് ചൂടായിട്ട് പെരൻ്റെ മുകളിലൊക്കെ വലിച്ചു. എന്താ ഇപ്പോൾ സൈഡിൽ മറച്ചിക്കണമെന്ന് ചോദിച്ചപ്പോൾ എന്താ നിങ്ങൾക്ക് ഒരയൽവാസിയുണ്ട്. ആ അയൽവാസിനെ സഹിക്കാൻ പറ്റാഞ്ഞിട്ട് പച്ച ഷീറ്റ് എന്ത് ചെയ്തേക്കാണ്? സൈഡിൽ കെട്ടിയേക്കാണ്. അതാണ് അയൽവാസിനെ ഉപദ്രവിക്കുക എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ വബിദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ വൽ ജാരി ദിൽ ഖുർബാ വൽ ജാരിൽ ജുൻബി വസാഇബിൽ ബിൽ ജുൻബി വബിനിസ് സബീൽ വമാ മലകത് അയ്മാനുകും ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറാ. പടച്ച റബ്ബേ, അവന് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു, കടമകളെ പറ്റി ഇങ്ങനെ പറഞ്ഞു. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ. നിങ്ങൾ അല്ലാഹനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ഒരു നൂലിലും ചരടിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ അഭയം നിങ്ങൾ പ്രാപിക്കാൻ പാടില്ല. വബിൽ വാലിദൈനി ഇഹ്സാനാ. മാതാപിതാക്കൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? പുണ്യം ചെയ്യണം. വബിദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ. മിസ്കീനും യതീമിനും അടുത്തവനും വൽ ജാരിദിൽ ഖുർബാ വൽ ജാരിൽ ജുൻബി. അടുത്തുള്ള അയൽവാസിക്കും അടുത്തില്ലാത്ത അയൽവാസിക്കും നിങ്ങൾ എന്ത് ചെയ്യണം? പുണ്യം ചെയ്യണമെന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അയൽവാസികളെ മൂന്നായിട്ട് എന്ത് ചെയ്യാം? തരംതിരിക്കാം. ഒന്ന്, കുടുംബബന്ധമുള്ള മുസ്ലിമും അയൽവാസിയുമായിട്ടുള്ള ആളുണ്ടാവും. രണ്ടാമത്തേത് മുസ്ലിമും അയൽവാസിയുമായിട്ടുള്ളവനുണ്ടാകും. മൂന്നാമത്തേത് അയൽവാസിയായവനുണ്ടാകും. അവൻ്റെ മതവും കാര്യങ്ങളും കുടുംബവും ഒന്നും എന്ത് ചെയ്തില്ല, പറഞ്ഞില്ല. ഇതിൽ ഏതെങ്കിലും ഒക്കെ എന്തുണ്ടാവും? അടുത്ത് ഉണ്ടാവും. അപ്പം ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളെ മനസ്സിൽ വരുന്നത് നിങ്ങളെ അയൽവാസികളെ കുറിച്ചാണ് മനസ്സിൽ വരിക. ഓലൊക്കെ കേൾക്കണേ, ഓലോ എന്താ പിന്നെ കാട്ടണമെന്നാണ് നിങ്ങൾ ചിന്തിക്കുക. നേരെ തിരിച്ചാണ് എന്ത് ചെയ്യേണ്ടത്? ചിന്തിക്കേണ്ടത് ഞാൻ അങ്ങനത്തെ അയൽവാസിയാണോ എന്ന് ചിന്തിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി ലാ യുഅ്മിൻ വല്ലാഹി ലാ യുഅ്മിൻ വല്ലാഹി ലാ യുഅ്മിൻ. അള്ളയാണ് സത്യം, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവൂല, നിങ്ങളിൽ ആരും വിശ്വാസിയാവുകയില്ല. ഖീല വമൻ യാ റസൂലല്ലാഹ്. നബിയെ, ആരാണ് മുഅ്മിനാകാത്തവൻ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീ ലാ യഅ്മനു ജാറുഹു ബവാഇഖഹു. തൻ്റെ അയൽവാസിയുടെ ഉപദ്രവത്തിൽ നിന്ന് നിർഭയനല്ലാത്തയാൾ. നമ്മളെക്കുറിച്ചൊരു വിശ്വാസം നമ്മൾ അയൽവാസിക്കില്ലെങ്കിൽ, എന്നെക്കുറിച്ച് എൻ്റെ അയൽവാസികൾക്ക് പേടിയാണെങ്കിൽ, ഞാൻ എൻ്റെ വീട്ടിലുണ്ടാകുമ്പോൾ അയൽവാസിയായ സഹോദരിക്ക് അവളുടെ മകളെ അവിടെ നിർത്തിപ്പോകാൻ പേടിയുണ്ടെങ്കിൽ ഞാൻ മുഅ്മിനാവൂല. ഞാൻ ഉണ്ടാകുമ്പോൾ എൻ്റെ അയൽവാസികൾ ഒന്നും ഇട്ടു പോവാതിരിക്കാൻ, വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ മോഷ്ടിക്കോന്നില്ല പേടിയുണ്ടെങ്കിൽ, എൻ്റെ അയൽവാസിൻ്റെ ചക്ക എണ്ണം കുറയോന്ന് പേടി എന്നെക്കുറിച്ചുണ്ടെങ്കിൽ, തേങ്ങ കാണാതെ ആകുമോന്നില്ല പേടി എന്നെക്കുറിച്ചുണ്ടെങ്കിൽ, ഞാൻ ആരാവൂല? മുഅ്മിനാവൂല. ഞങ്ങൾ ഇവിടുന്ന് പോയാലോ അല്ലാണ്ട് കരിയേപ്പിൻ്റെ ഇല പൊട്ടിച്ചും എന്നുപോലും ആണോ ചില ആൾക്കാർക്ക് ചിറിച്ചാ പറഞ്ഞപ്പോൾ.
അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ മുഅ്മിനാവൂല എന്നാ. നമ്മളെക്കുറിച്ച് നമ്മുടെ അയൽവാസികൾ പൂർണ്ണ നിർഭയരാവണം. അവിടെ മതും ജാതിയൊന്നും ഇല്ല കേട്ടോ. അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, ഞാനിവിടുന്ന് പെര വിറ്റു പോവുകയാണ്. അപ്പോൾ ജൂതനായ ഇബ്നു ദുഗിനെ നിങ്ങൾ പോവല്ലേ പറഞ്ഞു. നിങ്ങൾ പോയാൽ കുടുങ്ങും, നിങ്ങൾ പോയാൽ പ്രശ്നമാണ് എന്നാണ് പറഞ്ഞത്. അപ്പം ഈ അയൽവാസികളെ കൊണ്ട് ഉപദ്രവിക്കപ്പെടാത്ത ആളുകൾ വിരളമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയൽവാസികൾക്കുള്ള വസിയ്യത്ത് നൽകുന്നുണ്ടപ്പോൾ വിചാരിച്ചു ഞാൻ മരിച്ച എൻ്റെ സ്വത്തും കൂടി അയൽവാസികൾക്ക് കൊടുക്കേണ്ടി വരുമോ. അത്രയും ബന്ധമുണ്ട്. പക്ഷെ ചില ആൾക്കാരുണ്ടല്ലോ ഈ കൂട്ടത്തിലുണ്ടാവും, ചില ആൾക്കാർ അയൽവക്കക്കാരോട് മുണ്ട് ഉണ്ടാവില്ല, ഉണ്ടാത്തവരുണ്ടാവും. എന്നിട്ട് ഇപ്പുറത്ത് ഭയങ്കര നിസ്കാരം നോമ്പ് ഖുർആൻ ഒരു കാര്യമില്ല, വെറുതെ ഉണ്ടാത്തവരുണ്ടാകും. അതിൻ്റെ പേരിൽ ഉടക്കിയ ആൾക്കാരുണ്ടാകും. ഞാൻ പറയണത് ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ അയൽവക്കക്കാരെങ്ങനെയെന്നൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല. ഞാൻ എങ്ങനെയാണ് എൻ്റെ അയൽവക്കക്കാരോട്, നിങ്ങൾ എന്നുള്ള വ്യക്തി എങ്ങനെയാണ് അയൽവാസികളോട് പെരുമാറണമെന്ന് എന്ത് ചെയ്യണം, നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കം മിൻ ജാരിൻ മുതഅല്ലഖും ബിജാരിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ചില ആളുകളുടെ വാതിലടയും, ചില ആളുകളുടെ അയൽവാസികളുമായി ബന്ധപ്പെട്ട് കിടക്കും. യഖൂലു യാ റബ്ബ് ഹാദാ അഅലക ബാബഹു ദൂനി ഫമനഅ മഅറൂഫഹു, പടച്ചോനെ എൻ്റെ മുമ്പിൽ അയാൾ വാതിൽ കൊട്ടിയടച്ചു, അവൾ വാതിൽ കൊട്ടിയടച്ചു, എനിക്കു നൽകേണ്ട അവകാശങ്ങൾ നൽകിയില്ലെന്ന് ചില അയൽവാസികളെ കുറിച്ച് പറയും. സഹോദരിമാരെ, ഇത് പറയുമ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ചില ആളുകളെ നേരെ തിരിച്ചുണ്ട്, ചില ആളുകൾ ഇതിന് പറ്റിയ ആളുകളുണ്ടാവും. ഇപ്പോൾ എനിക്കറിയണ ഒരാളുണ്ട്, അയാളെ വീട്ടിലുണ്ടല്ലോ 4 മോട്ടറാണ്. അയാളെ വീട്ടിലെ കിണറ്റിൽ 4 മോട്ടറാണ്. വണ്ടികൾക്കൊക്കെ ഇനിയും കൊണ്ടുവന്നേക്കാം. ഇപ്പം വെള്ളം ഇങ്ങനെ ഇല്ലാത്തൊരു കുറഞ്ഞിക്കണ സമയമാണല്ലോ ചില ആളുകൾക്കൊക്കെ വെള്ളം ഇല്ലാത്തൊരു സമയത്ത്. അപ്പം എന്താ വെച്ചാൽ അവനാൻ്റെ തൊടും പറമ്പൊക്കെ നനച്ചാലും അയൽവാസികൾക്ക് ഉണ്ടോയെന്ന് നോക്കാത്ത വേറെയും ചില ആൾക്കാരുണ്ട്. എന്നാൽ ഞാനാ പറഞ്ഞ അയൽവാസികളുണ്ടല്ലോ, എത്ര ആളുകൾക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, അയാളെ വീട്ടിലെ കിണറ്റിൽ കൊണ്ടുവന്നിട്ട് അയാളെന്താ പറയണത് നിങ്ങൾക്ക്, വെള്ളപ്പം ഞാൻ പിടിച്ചു വിചാരിച്ച് കണ്ടപ്പോൾ ഇവിടെ നിൽക്കൊന്നുമില്ലല്ലോ, അത് ചൂട് കൂടിയതിനനുസരിച്ച് താന്നു പോകില്ലേ, അതുകൊണ്ട് വാണ്ടികളൊക്കെ എന്താ എടുത്തോളി, ഇല്ല കാലത്തോളം എന്താ ചെയ്യുക നമ്മൾക്കൊക്കെ എടുക്കാം, കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും എന്താ ചെയ്യുക വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നോ. എന്നാലേ നേരെ തിരിച്ചില്ല ചില ആൾക്കാരുണ്ട്, കിണറൊക്കെ പൂട്ടിയിട്ട് പോയിട്ട് ഒരാൾക്കും കൂടി ഒരു മുറക്ക് വെള്ളം കൊടുക്കാത്ത, ഒരാൾക്കും ഒരു ഉപകാരം ചെയ്യാത്ത ചില ആളുകളുമുണ്ട്. അതും ഒരു അയൽവാസികൾക്ക് നന്മകൾ തടയപ്പെടുന്ന ആളുകളായിട്ട് മാറും. സുഹൃത്തുക്കളെ, ഈ അയൽവാസികളെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ എന്തേ കരക്കും. ഞാൻ നിങ്ങൾക്ക് 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞു കേട്ടോ. എൻ്റെ വീടിൻ്റെ മുകളിൽ എൻ്റെ ഭാര്യ രാവിലെ മുറ്റടിച്ച് വരുമ്പോൾ, ഇത് റെക്കോർഡ് ചെയ്യണമുണ്ടല്ലേ, മുറ്റടിച്ച് വരുമ്പോൾ എന്ത് ചെയ്യും, അവളിങ്ങനെ പറയും ഹീഷ് ഊരവാള്. അപ്പം എന്താ അറിയോ, അയലോകത്തെ ഇല മുഴുവൻ മരം ഫുള്ള് അയലോകത്തെ തൊടൂലേ, ചാടുന്നത് മുഴുവൻ കൊടുക്കുകയാണ് എൻ്റെ പേരിൻ്റെ മുറ്റത്തേക്കാണ്. പക്ഷേ നമ്മൾ മുറിച്ചണ്ടായിരുന്നു കേട്ടോ, തണുപ്പിട്ടാൻ വേണ്ടി. ഓല് പറഞ്ഞു അത് വേണേൽ നമ്മൾക്ക് മുറിക്കട്ടോ, പ്രശ്നമല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു മുറിക്കണ്ട എന്ന് പറഞ്ഞാണ്. എൻ്റെ ഭാര്യയാണ് ആദ്യം പറഞ്ഞാൽ മുറിക്കണ്ട, കുറച്ചെങ്കിലും തണുപ്പിട്ടിക്കണം. എന്നാലും ഓൾ അടിച്ചാൻ ഉള്ള സ്വഭാവം മാറുകയാണ്, ഓൾ പറഞ്ഞാണെങ്കിലും. പക്ഷെ അത് മുറിക്കണ്ട. പക്ഷെ ചില ആളുകൾ അങ്ങനെ ഉണ്ട്. ഞാനൊരു ദിവസം ഒരു സ്ഥലത്ത് ഇങ്ങനെ നിന്നപ്പോഴേ എൻ്റെ കുടുംബക്കാരെ പരിഹരിക്കാൻ ചെന്ന്, അപ്പോൾ വിളിച്ചു നോക്കുമ്പോൾ കുടുംബക്കാരെ ഏറ്റവും അടുത്ത ബന്ധുവാണ്, വിളിച്ച് ചെന്ന് നോക്കുമ്പോൾ അവർ എവിടെ വെച്ചപ്പം ഇതിൻ്റെ മുകളിലാണ്, ഈ സൺസൈഡിൻ്റെ മുകളിലാണ്. അപ്പോൾ റബ്ബറിൻ്റെ ഇല ചാടിയിട്ട് അടിച്ചു തരികയാണ്. കാരണം ഓ പാലും എടുക്കുകയാണ്, സീറ്റും നിങ്ങൾക്ക് തന്നെ എലിയും നിങ്ങൾക്ക് തന്നെയാണ് ചോദിച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞു, എടാ സീറ്റൊന്നും എനിക്കില്ല, സീറ്റൊക്കെ മറ്റേ അയമുട്ടയിലാളിക്കാണ്, ഇല മാത്രമേ എനിക്കുള്ളൂ പറഞ്ഞു. അപ്പോൾ മറ്റുള്ള ഇല മുഴുവൻ ചാടിന് കൊടുക്കുകയാണ്, വില തൊടുക്കാണ്, വലുതൊന്നല്ല, പക്ഷെ വില പെരൻ്റെ മുകളിൽ ആകെ വൃത്തിയായിട്ടാണ്. അപ്പോൾ അന്ന് 2 കൊമ്പ് വെട്ടി കൊടുത്ത പ്രശ്നം തീരണേ ഉള്ളൂ. അങ്ങനെ അയൽവാസികൾ ഉപദ്രവിക്കണ ചില ആൾക്കാരുണ്ടാവും. വേറെ ചില ആൾക്കാരെന്താ പറയുക, ഓൽക്ക് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടാവും, എന്നിട്ട് ഓല പെരയത്തെ അടുക്കളയത്തെ ആ ചീഞ്ഞ മണക്കണ വെള്ളമല്ലേ അത് കൊണ്ടുവന്നിട്ട് 2 പൈപ്പും കൂടി നീട്ടിയിട്ടിട്ട് ഇവിടെ ഇടും, ഓല തൊടുവിൻ്റെ ലാസ്റ്റ് ഇടും. എന്നിട്ട് ഇബല് ചോറൊക്കെ വഹിച്ചുമ്പോൾ നല്ല മണത്ത് വൃത്തികെട്ട മണവുമായിട്ട് വലുതാക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യണ ചില ആൾക്കാരുണ്ട്. ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കത്തിയും കൈക്കോട്ടൊക്കെ എടുത്ത് അടി കൂടണമെന്നല്ലോ ഉപദ്രവിക്കുക. നമ്മൾ മീൻ ഇങ്ങനെ ചിന്തിയിട്ട് മീനിൻ്റെ വെള്ളം ചിന്തുക, അപ്പുറത്തുണ്ടാവും തൊട്ടടുത്തുണ്ടാവും മറ്റൊരു തിരുമ്പിയൊക്കെ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് മീൻ എടുത്തിട്ട് എന്താ ചെയ്യുക, കാക്കച്ച് പോയിട്ട് തിരുമ്പിയുമ്പോൾ പോയി കുത്തിരിക്കുക. ഇതൊക്കെ അതിൽ പെട്ടെന്ന് എന്നിട്ട് ഓരോ ഒന്നും പറയുന്നില്ല. ചില ആൾക്കാർ എന്തെങ്കിലും സാധനം കൊണ്ടുവന്ന കീസൊക്കെ ഇങ്ങനെ ഇടും,
പുറത്തേക്ക് ഇടും. കീസൊക്കെ പോയിട്ട് മറ്റേപോലെ തൊടുവിൽ അടി. ഒന്നും അത് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഒരാൾക്കും ഒരിടങ്ങേറും ഉണ്ടാവാൻ പാടില്ല എന്നാണ്. ഇപ്പം ചില ആൾക്കാരെന്ന് വെച്ചാൽ മതിലിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയിട്ട് കുപ്പിയും ഗ്ലാസ്സൊക്കെ പൊട്ടിയൊക്കെ കൊണ്ടുപോയിടും. എന്നിട്ട് കോഴിക്കളൊക്കെ വന്ന് ചെനക്കിയിട്ട് അവിടെ കൊണ്ടുപോയിടും. മറ്റേപോലെ മുറ്റത്തേക്ക് കുട്ടികൾ കളിച്ചൊക്കെ മറ്റേപോലെ തൊടുക്കൊക്കെ എന്ത് ചെയ്യും, ചാടും. എന്ന് വെച്ചാൽ ന്യായം ഉണ്ടാവും. എന്താണ്, നമ്മളെ തൊടുവിലല്ലേ ഇട്ടെന്നൊക്കെ ന്യായം ഉണ്ടാവും. പക്ഷെ ആ ന്യായം എന്തായിരിക്കും, മറ്റുള്ളവർക്ക് ഉപദ്രവമായിരിക്കും. അതുകൊണ്ട് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളെ വീട്ടിലെ ഒരു മരം നല്ല മരയിക്കാരം, നല്ല തേക്കയിക്കാരം, നല്ല ഇതൊക്കെ, പക്ഷെ അത് വേറൊരാൾക്ക് എന്ത് ചെയ്യരുത്, തടസ്സമാവണ കോലത്തിൽ ആവരുത്. ഇപ്പം ചില ആളുകളുണ്ടാവും, ഓലെ ആരെങ്കിലുമൊക്കെ ഒരു സ്ഥലം എടുത്തിട്ട് 2-3 പെരകളെ ഇടയിൽ ഒരു സ്ഥലം എടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ഓൽക്ക് നോക്കൊന്നും വേണ്ട, ഓൽക്ക് മുടക്കൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് കാടൊക്കെ വെട്ടാതെ കാടൊക്കെ പിടിച്ച് പാമ്പും ഇതൊക്കെ ആരോടക്ക് വരിക, തൊട്ടടുത്തുള്ള പെരക്കാരൊക്കെ പാമ്പുണ്ടാകും. അപ്പോൾ ആ തൊടുവിൽ ഒന്ന് മരുന്നടിച്ചെടുത്താൽ മതി, അത് വളരുമ്പോൾ അതിട്ട് ചെയ്യൂല. അവനാൻ്റെ തൊടുവല്ലേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഉപദ്രവിക്കുന്ന ചില ആളുകൾ. ഇതൊക്കെ ഉപദ്രവത്തിനൊരു ഭാഗം. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് എന്തുണ്ടാവും, ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് നമ്മളെ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് എന്ത് ചെയ്യലുണ്ട്, ഉണ്ടാവാറുണ്ട് എന്നല്ല. അതിൽപ്പെട്ട ഒന്നാണ് നമ്മൾ ശ്രദ്ധിക്കണത്. നമ്മുടെ കുട്ടികൾ മറ്റുള്ളവർക്ക്, അയൽവാസികൾക്ക് അത് പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയ നേരമാണ്. സ്കൂളൊക്കെ പൂട്ടിയ നേരത്ത് നമുക്ക് കുറച്ചേരൊക്കെ ഉറങ്ങാൻ തോന്നും ഉച്ചക്ക്. കുട്ടികൾക്ക് അതൊന്നും തോന്നൂല, ഓൾക്ക് കളിക്കേണ്ടി വരും. ഓല് പിടിച്ചാൽ കിട്ടൂല. ഓല് പോയിട്ട് അയലോകത്ത് പോയിട്ട് കുട്ടികളെ വിളിച്ചോണ്ട്. അപ്പം ഇങ്ങനെ പറയാ, നിങ്ങളോടൊന്നും എന്താ പറയല അറിയാം, അയലോകത്തെ കുട്ടി എന്താ പറയുക, ഉറങ്ങാനായിക്കണില്ല കുട്ടികൾ. അതേപോലെ നിങ്ങളെ കുട്ടികളെ കുറിച്ച് എന്ത് ചെയ്യും, ആ മക്കളെ കുറിച്ചൊക്കെ അപ്പുറത്തില്ലോലും പറയണ ഒരവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഓലും അങ്ങനെ പറയണ്ടാവും, നിങ്ങളും പറയുന്നുണ്ടാവും. അപ്പം നമ്മളെ കുട്ടികളൊക്കെ എന്ത് ചെയ്യണം, ഈ സ്കൂളൊക്കെ പൂട്ടിയ പ്രത്യേകിച്ച് ഉച്ച സമയത്തൊക്കെ എന്ത് ചെയ്യണം, അയൽവാസികളൊക്കെ കടന്നുറങ്ങണ നേരത്തോൽക്കൊരു ഇടങ്ങേറുണ്ടാക്കണില്ല എന്ന് എന്ത് ചെയ്യണം, നമ്മളൊക്കെ പ്രത്യേകം ഓർക്കണം എന്നാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹ്സിൻ ഇലാ ജാരിക തകും മുഅ്മിന, അയൽവാസിനോട് മാന്യമായി നിൽക്കുമ്പോൾ, നല്ല രൂപത്തിൽ നിൽക്കുമ്പോൾ മാത്രമേ നീ എന്ത് ചെയ്യുള്ളൂ, മുഅ്മിനാവുള്ളൂ. മുഅ്മിനാകണമെങ്കിൽ അയൽവാസിനോട് എന്ത് ചെയ്യണം, മാന്യമായ രൂപത്തിൽ നിൽക്കണം. സുഹൃത്തുക്കൾ, ചില ആൾക്കാരുണ്ട് അയൽവാസികളോടൊക്കെ തെറ്റി എപ്പോഴും കൊച്ചറഞ്ഞുകൊണ്ട് 1-2 മുണ്ടിയ പയലതൊക്കെ വിളിച്ച് പറയലും, പണ്ടത്തൊക്കെ ഒക്കെ മാന്തി പൊളിച്ച് തൊള്ളൊക്കെ ഒരു ലൈസൻസ് ഇല്ലാത്ത ചില ആൾക്കാരുണ്ടാവും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, നമുക്കൊരു പ്രയാസം വന്നാലേ ഓടി വരാൻ ഈ പറയണ അയൽവാസികളെ ഉണ്ടാവുള്ളൂ. ബാക്കി ആരും ഉണ്ടാവില്ല കേട്ടോ. ഓർക്കൊക്കെ ഒരു പരിധി ഉണ്ടാവും. ഓലൊക്കെ വരുമ്പോഴും അറിയുമ്പോഴൊക്കെ ഓലൊക്കെ അറിയുമ്പോഴത്തേന് ദിവസങ്ങളും സമയങ്ങളും ഒക്കെ കഴിഞ്ഞു പോകുന്ന എന്ത് ചെയ്യാം, മനസ്സിലാക്കുകയാണ് നമ്മൾ വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാൻ സാല ജിബ്രീൽ യൂസിനി ബിൽ ജാർ ഹത്താ വനന്തു അന്നഹു സയുവരിസുഹു. ജിബ്രീൽ അയൽവാസികളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്നപ്പോൾ എനിക്ക് തോന്നി അനന്തരാവകാശം പോലും അയൽവാസികൾക്ക് ഉണ്ടാകുമെന്ന്. അർബഉ മിനസ് സആദ അൽ മർഅതു സ്സാലിഹ വൽ മസ്കനുൽ വാസി വൽ ജാറു സ്സാലിഹ്. ഒരാളുടെ നല്ല സൗഭാഗ്യത്തിൻ്റെ അടയാളമാണ് നല്ലൊരു അയൽവാസി ഉണ്ടാവുക എന്നുള്ളത്. അയൽവാസികളെ ചേർത്തു പിടിക്കണം. അയൽവാസികൾ നമ്മളോട് എങ്ങനെയെന്നൊന്നും നോക്കണ്ട, പക്ഷേ നമ്മളോട് അങ്ങനെ ആവണതിനും ചില കാരണങ്ങൾ ഉണ്ടോയെന്ന് എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കിയിട്ട് അയൽവാസികളോട് നല്ല രൂപത്തിൽ നിൽക്കാൻ പറയണം. ഹദീസിൻ്റെ 3-ാമത്തെ ഭാഗത്താണ്, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽയുക്രിം ദൈഫഹു, അവൻ്റെ അതിഥിയെ അവൻ ആദരിക്കട്ടെ എന്നാണ്. അതിഥികളെ ആദരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് കുറേ അതിഥികളൊന്നും ഉണ്ടാവില്ല, നല്ലൊരു പരിധി ഉണ്ടാവും. എന്നാലും വരുന്ന അതിഥികളോട് ചില മര്യാദകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ ഒരു പ്രവാചകന്റെ കഥ പറയുന്നുണ്ട്. വനബ്ബിഹും അൻ ളൈഫി ഇബ്രാഹീം ഇദ്ദഖലു അലൈഹി ഫഖാലു സലാമാ ഖാല ഇന്നാ മിൻകും വജിലൂൻ ഖാലു ലാ തൗജൽ ഇന്നാ നുബശ്ശിറുക ബിഉലാമിൻ ഹലീം ഖാല ബശ്ശർതുമൂനി അലാ അൻ മസ്സനിയൽ കിബർ ഫബിമ തുബശ്ശിറൂൻ വനബ്ബിഉഹും അൻ ളൈഫി ഇബ്രാഹീം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കലേക്ക് ചില മലക്കാൾ വന്നു. മലക്കാൾ വന്നത് മനുഷ്യകോലത്തിലാണ്. അപ്പോൾ ഇബ്രാഹിം നബി എന്താ ചെയ്ത്, നമ്മളറിയാത്ത ആൾക്കാരെന്ന് എന്താ കാട്ടുക, അരന്തം വിട്ട് ഇങ്ങനെ അതാരാ മനസ്സിലായല്ലോ അല്ലേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം തരും ഇബ്രാഹിം നബിൻ്റെ അടുത്ത് അവർ വന്നു. ഇദ്ദഖലു അലൈഹി ഫഖാലു സലാമാ. ഇബ്രാഹിം നബിൻ്റെ അടുത്തേക്ക് അവർ വന്നിട്ട് സലാം പറഞ്ഞു. ഖാല സലാം ഖാല ഇന്നാ മിൻകും വജിലൂൻ. ഇബ്രാഹിം നബിക്ക് അവരുടെ സലാമൊക്കെ പറഞ്ഞു, ഇരുന്നു അങ്ങോട്ടുകൊണ്ട് സലാമൊക്കെ പറഞ്ഞു. ഇബ്രാഹിം നബി എന്നെ ചെയ്തെന്ന് പറയും, ഫജാ ബിഇജ്ലിൻ സമീൻ, ഒരു പശുക്കുട്ടീനെ. ഇജ്ൽ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയുക, പശുക്കുട്ടി. നമുക്ക്
മൂത്തതല്ലാത്ത ചെറുതൊരു ഇളമയായ പശുക്കുട്ടിക്കാണ് ഇജിലിനെയാണ് അദ്ദേഹം അറുത്തവർക്ക് കൊടുത്തത്. അദ്ദേഹത്തിന് അറിയും കൂടി ഇല്ല എന്നാണ്. ആരാന്നറിയില്ല. വന്ന ആളുകൾക്ക് അദ്ദേഹം കൊടുത്തത് തടിച്ച ഒരു പശുക്കുട്ടിയെ അദ്ദേഹം അവർക്ക് അറുത്തു. അപ്പോൾ അവർ പറഞ്ഞു, അവർ തിന്നണില്ല ചോദിച്ചു. അവനെ ഇങ്ങ് വേണ്ടായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് അവർ മലക്കാളാണ്. മലക്കാൾ ഭക്ഷണം കഴിക്കൂലല്ലോ, മനുഷ്യരൂപത്തിൽ വന്ന മലക്കാളാണ്. അപ്പോൾ നിങ്ങൾ എന്തിനാ വന്നു ചോദിച്ചു. അവർ പറഞ്ഞു, ലൂത്തിൻ്റെ സമൂഹമുണ്ട് അപ്പുറത്ത്, അവരെ നശിപ്പിക്കാൻ വേണ്ടി വന്ന, നിങ്ങൾക്കൊരു കുട്ടിയുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കാനും വന്ന മലക്കാളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ അതിഥിയെ ആദരിക്കുന്നിടത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കാണിച്ചൊരു മാതൃകയാണ്. എന്തറിയോ, പെട്ടെന്ന് ഓടിച്ചെന്ന് ആ അതിഥിയെ സ്വീകരിക്കാൻ വേണ്ടി അറിയാത്തവർക്ക് പോലും ഒരു ഭക്ഷണം ഒരുക്കാൻ അവർ തയ്യാറായത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, പൊതുവെ ആളുകളോട് പറയാം, ഇതുള്ളൂ കേട്ടോ. പെണ്ണുങ്ങൾക്കാണ് തീരെ എന്ത് ചെയ്യാത്തത്, ഒരാളെ കൊണ്ട് വന്നാൽ മതിയാകാത്ത, ഇതുള്ളൂ കേട്ടോ. അല്ല, നമുക്കുള്ളത് നമ്മൾ തൃപ്തിയിൽ കൊടുക്കുക. ചില അടുത്ത് എന്നാ പറയും, പിന്നെ ആ വായിക്കപ്പോരേ ഉള്ളൂ, ഇവിടെ എന്ത് കൊണ്ടെന്ന് വെച്ചാലും കുട്ടികൾ നിൽക്കാനയക്കൂല, കുട്ടികൾക്കൊരു കുറ്റം. കുട്ടികളൊക്കെ എടുത്തു, ചെറിയ കുട്ടികളല്ലേ. അപ്പം എന്താ പറയുക, ആ പറയണേ എനിക്കിത് തൃപ്തി ആയിട്ടില്ല, നിങ്ങൾക്ക് തന്നെ തൃപ്തി ആയിട്ടില്ല, നിങ്ങൾ എന്ത് ചെയ്യും, ക്ഷമിക്കിട്ടോ എന്നുള്ള പറയാം. അങ്ങനൊന്നും പറയണ്ട, എല്ലാവർക്കും മനസ്സിലാവും. നമ്മളുള്ളത് എന്ത് ചെയ്യുക, തൃപ്തിയോട് കൂടി എന്ത് ചെയ്താൽ മതി, അവർക്ക് കൊടുത്താൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ഒരാൾ വന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിക്ക് ഒരാൾ വന്നപ്പോൾ ആ ഭാര്യമാരുടെ അടുത്തൊക്കെ ആളെ വിട്ടു. എടി നിങ്ങളുടെ അടുത്തൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഓലൊക്കെ പറഞ്ഞു, ഇല്ല നബിയെ, ഇവിടെ പച്ചവെള്ള ഉള്ളൂ എന്ന്, വേറൊത്തുമില്ല, വെറും പച്ചവെള്ളേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരൊക്കെ അവരെ മടക്കി, ഒന്നുമില്ല, തിന്നാൻ കൊടുക്കല്ല എന്നാ. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടൊക്കെ നമ്മൾക്ക് ബന്ധിച്ച് എന്തൊക്കെ പറഞ്ഞാലും നമ്മളെന്ത് ചെയ്തിട്ടില്ല, അങ്ങോട്ട് പറ്റ മൂലക്കലായിട്ടൊന്നുമില്ല. നമുക്ക് പ്രതിസന്ധികളൊക്കെ ജീവിതത്തിലുണ്ട്, പക്ഷേ നമ്മൾക്കതുകൊണ്ട് ഇങ്ങോട്ട് തൃപ്തിയാവാത്തതുകൊണ്ടാണ്. ആയിഷ ബീവി പറയാം, ഞങ്ങളൊരു മാസം കാണും, പിന്നത്തെ മാസം കാണും, പിന്നത്തെ മാസം കാണും, 3 മാസമൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ തീയിൽ അടുപ്പ് പുകയാറുണ്ടായിരുന്നില്ല. അപ്പോൾ ചോദിച്ചു, എങ്ങനെ നിങ്ങൾ ജീവിച്ചെന്ന്. അപ്പോൾ പറഞ്ഞാൽ എന്താ പറയുക, അയൽവാസികളായ ആളുകൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നരും, അതൊക്കെ തിന്നിട്ടും കാരക്കൊക്കെ തിന്നിട്ടും സംസം വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് എന്നാണ്. അത്രയൊന്നും പ്രതിസന്ധി നമ്മൾക്ക് അനുഭവിച്ചിട്ടില്ല സഹോദരിമാരെ. എന്നാൽ പ്രതിസന്ധി ഇല്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ ആ പ്രതിസന്ധിയുടെ അത്രയ്ക്ക് എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ അനുഭവിച്ചിട്ടില്ല. ആ നേരത്ത് ഒരൊറ്റ വീട്ടിലും ഒന്നുമില്ല എന്ന് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും കൊണ്ടുപോകുമോ ഇയാളെ? നമ്മളാണെങ്കിൽ എന്ത് ചെയ്യുക, എവിടേക്കാച്ച പോയിക്കോട്ടെ എന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും കൊണ്ടുപോകും. അപ്പോൾ അബൂ തുൽഹ എന്ന് പറയുന്ന സഹാബി എന്ത് ചെയ്തോ, വിളിച്ചു പറഞ്ഞു, നബിയെ ഞാൻ കൊണ്ടുപോയിക്കോളാറുണ്ട്. അബൂ തുൽഹ പറഞ്ഞു, ഞാൻ കൊണ്ടുപോയിക്കോളാറുണ്ട്. അപ്പോൾ അയാൾ വിളിച്ചു, ഫോൺ വിളിച്ചു ഭാര്യയ്ക്ക്. പിന്നെ ഒരാൾ വരുന്നുണ്ട്, ഒക്കെ റെഡിയാക്കിക്കോ, കോയിനൊക്കെ പിടിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട്, വാട്സപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അബൂ തുൽഹ ഇയാളെ കയ്യും പിടിച്ചിങ്ങനെ വന്നു. അബൂ തുൽഹക്ക് ഇത് ആരാന്നറിയില്ല. നേരെ പെരിയിൽ കൊണ്ടുവന്നിട്ട് ഭാര്യനോട് പറഞ്ഞു, എടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിഥിയാണ്, നബിൻ്റെ വീട്ടിലെത്തും ലൈറ്റാണ്, അപ്പോൾ നമ്മൾ കൊണ്ടുപോകണം, ഇജ്ജ് ഒന്ന് കൊടുക്കിട്ടെന്ന്. അപ്പോൾ ആ പെണ്ണ് പറഞ്ഞെന്താ അറിയോ, അബൂ തുൽഹൻ്റെ ഭാര്യ എന്താ പറഞ്ഞറിയോ, ഇവിടെ എത്തൂല്ല, മാ ഇൻദന ഇല്ലാ ഖൂതു സുബിയാനിന, ഇവിടെ കുട്ടിക്ക് മാത്രമല്ലതേ ഉള്ളൂ, എനിക്കും നിങ്ങൾക്കൊന്നും പട്ടിണിയാണ്, നേരം വെളുത്ത കുട്ടിയും പട്ടിണിയാണ്, ഇതേ ഇപ്പോൾ ഉള്ളൂ, ഒരു നേരത്തെ ഭക്ഷണം കൂത്ത് എന്ന് പറയാം, കുട്ടിക്കുള്ള മാത്രമേ ഉള്ളൂ, രാത്രിക്കൊക്കെ ഉള്ളത് മാത്രമേ ഉള്ളൂ, രാവിലെ കുട്ടിയും പട്ടിണിയാണ്, രാവിലെ നമ്മളെല്ലാവരും പട്ടിണിയാണ് എന്ന് പറഞ്ഞു. ഇപ്പം നമ്മളാണ് അങ്ങനത്തെ ഒരു സ്ഥാനത്ത് നിന്നുണ്ടെങ്കിൽ സങ്കല്പിച്ച് നോക്കി അല്ലേ, നൊടിഞ്ഞിട്ട് ഇങ്ങോട്ട് കൊല്ലും, വന്ന ആൾ കണ്ണാണോ ഇല്ലെങ്കിലും പോയി. പക്ഷെ ആ പെണ്ണൊന്നും പറഞ്ഞില്ല. ആ പെണ്ണാരങ്ങൾക്ക് റുമൈസ എന്ന് നബി സ്വല്ലല്ലാഹു പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ റുമൈസായിൻ്റെ കാലൊച്ച കേട്ടു, നൊടിയേണ്ടാന്ന് തീരുമാനിച്ചുകൊണ്ടാണ്. അപ്പോൾ ഓല് രണ്ടാളും തീരുമാനിച്ചു ഒരു അതിഥിനെ കാട്ടണം. അത് കണ്ട് പരിചയമല്ല കേട്ടോ മുമ്പ്. അയാൾക്ക് എന്താ കാട്ടിക്കൊടുക്കേണ്ടതെന്നറിയോ, അവർ തീരുമാനിച്ചു, നമുക്ക് എന്താ പറയുക, കുട്ടീനെ എങ്ങനെ ഉറക്കാം, കുട്ടിക്ക് കൊടുക്കണ്ട, എന്നിട്ട് പോലെ ആ ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കി. നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല കേട്ടോ, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. ഇങ്ങനെയൊക്കെ ഇപ്പോൾ ചെയ്യും മനുഷ്യന്മാർ. ഓലൊക്കെയാണ് സ്വർഗത്ത് പോകുന്ന ആൾക്കാർ, അതുകൊണ്ടാണ് നമുക്ക് ഓല നിയമം നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റൂല. ഓല് ഭക്ഷണം ഉണ്ടാക്കി, കുട്ടീനെ ഉറക്കി, കുട്ടിക്ക് കൊടുക്കാതെ ഉറക്കി. ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചിട്ട് വളക്കിങ്ങനെ തിരി കൂട്ടണത് പോലെ വന്നിട്ട് റുമൈസ അഭിനയിച്ചു, കേടെടുത്തുകയാണ്. അങ്ങനെ കുറേ നേരം തിരി ഇങ്ങനെ നന്നാക്കും പോലെ, വളക്ക് നന്നാക്കും പോലെ ഇങ്ങനെ അഭിനയിച്ചു. അബൂ തുൽഹ എന്ത് ചെയ്തു അറിയോ,
പാത്രത്തിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ കൈ ഇങ്ങനെ തട്ടിച്ചു. അപ്പോൾ അയാൾ എടുക്കുമ്പോൾ ഇയാളെ കൈയ്യട്ടിണ, അപ്പോൾ അയാൾ തിന്നിടുന്ന് തോന്നി. കന്തിക്ക് കടന്നുറങ്ങിയല്ലേ. രാവിലെ നേരം വെളുത്ത് ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബൈസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞു, ദഹിക്കല്ലാഹു ലൈല വഅജിബ മിൻ ഫിആലികുമാ, അള്ളാഹു ഇന്നലെ ചിരിച്ചു, അള്ളാഹു ഇന്നലെ അത്ഭുതപ്പെട്ടു, നിങ്ങൾ രണ്ടാളും കാട്ടിക്കൂട്ടണ കണ്ടിട്ട്. എന്നിട്ട് മിസ്ലം പറഞ്ഞു, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, ഓൽക്ക് ആവശ്യമുണ്ടെങ്കിൽ തന്നെ ഓലെന്ത് ചെയ്യും, ബാക്കിയുള്ള ഓല ആവശ്യത്തോൽ പരിഗണിക്കുന്ന. നമ്മൾക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടോയെന്ന് ആലോചിച്ച് നോക്കി. നമ്മൾക്ക് ഒക്കെ പൊതുവെയുള്ള മനസ്സെന്തോ, എനിക്ക് പരമാവധി കിട്ടട്ടെ. നമ്മളങ്ങനെയല്ല ചിന്തിക്കുക. നമ്മൾക്ക് അങ്ങനെ ചിന്തിക്കാനേ പറ്റുള്ളൂ അല്ലേ. അവർ നേരത്തെ വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, അവർക്ക് ആവശ്യമുണ്ട്, എന്നാലും ബാക്കിയുള്ള ആവശ്യത്തെ പരിഗണിച്ചു. നമ്മളെന്താ പറയാറ്, നമ്മൾക്ക് ആവശ്യം എന്നാലും കിട്ടിക്കോട്ടെ, മുടക്കൊന്നുമില്ലല്ലോ, കേടൊന്നും പോണ സാധനമൊന്നുമല്ലല്ലോ, അവിടെ എക്കട്ടെ. ഇതാണ് നമ്മൾക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ. പരമാവധി കിട്ടട്ടെ കിട്ടട്ടെ എന്ന് ചിന്തിക്കും. അവരൊക്കെ പരമാവധി നമ്മൾക്കില്ലെങ്കിലും ബാക്കിയുള്ളവർക്ക് ഉണ്ടായാൽ മതി, ബാക്കിയുള്ളവർക്ക് കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്ന മനസ്സവർക്കുണ്ടായി. നമ്മൾ നോക്കിങ്ങളെ, ഏതോ ഒരു അതിഥിനെ, കാണാത്തൊരു മനുഷ്യനെ, മുമ്പ് കാണാത്തൊരു മനുഷ്യനെ ചേർത്ത് പിടിച്ച് അയാൾക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ ഉള്ളൊരു മനസ്സ് എത്രയായിരിക്കും. ആ മനസ്സ് ചില്ലറ മനസ്സല്ല. അതുകൊണ്ട് നമ്മളെ വീട്ടിൽ വരുന്ന ഒരാളുണ്ടല്ലോ, അയാൾക്ക് ഈ ചൂടത്ത് കലക്കി കൊടുക്കുന്ന നാരങ്ങളുണ്ടല്ലോ, ആ നാരങ്ങളത്തിനും വലിയൊരു പ്രതിഫലമുണ്ട്. അതിഥികളെ സ്വീകരിക്കുക എന്നുള്ളതിന് നോക്കിങ്ങൾ, ഞാൻ എന്നോട് പറയാൻ പറഞ്ഞിട്ട് പറയുന്നല്ല, ഇവിടെ കുറേ ചെറുപ്പക്കാരും കുറേ സഹോദരിമാരും നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം തരാനും നിങ്ങൾക്കുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നത് കാണുന്നുണ്ട്. എന്നോടൊന്നും പറയാൻ പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ അവരൊക്കെ ഇപ്പോൾ എന്തേക്കാരാ ആഗ്രഹിക്കണത്, നിങ്ങൾക്കൊരു കാര്യത്തിൽ നിങ്ങളുടെ അതിഥികളായി കണ്ട് നിങ്ങൾക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും ഒക്കെ ഉണ്ടാക്കി തരുന്ന ആളുകൾ, അവരും ശരിക്കും ആതിഥേയരാണ്. നിങ്ങൾ അതിഥികളാണെങ്കിൽ അവർ ആതിഥേയരാണ്. അവരുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, നമുക്ക് പറ്റാത്തൊക്കെ ഉണ്ടാവാം. അത് നമ്മളടുത്ത് വരുന്ന വീട്ടുകാരോട് നമ്മൾ പെരുമാറുന്നതിലും എന്തുണ്ടാവും, ചിലതൊക്കെ പറ്റാത്തതും ഒക്കെ എന്തുണ്ടാവും, അവർക്ക് ഉണ്ടാകുന്നത് പോലെ തന്നെ. പക്ഷെ അവർ നമ്മെ നല്ല രൂപത്തിൽ പരിഗണിക്കാൻ തയ്യാറാവണമെന്നുള്ളതാണ്. അതുകൊണ്ട് അതിഥികളെ ആദരിക്കാൻ, നമ്മളെ വീട്ടിൽ വരുന്ന ഒരാൾക്കൊരു പച്ചവെള്ളം കൊടുക്കണമല്ലേ, ആ കിണറ്റിന്ന് മുക്കിക്കൊണ്ടുവന്ന പച്ചവെള്ളം ഒരു ഗ്ലാസ്സിൽ ഒരു പാട്ടയിൽ മുക്കി കൊടുത്തിട്ട് ഇനി വേണോ എന്ന് ചോദിക്കണ ചോദ്യം ഉണ്ടല്ലോ, അതൊരു അതിഥിയെ ആദരിക്കലാണ്. അപ്പോൾ ഒരു അതിഥിനെ ആദരിക്കുക നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളില്ലായ്മകളൊന്നും എന്ത് ചെയ്യണ്ട, പറയണ്ട. ഉള്ളത് എന്ത് ചെയ്താൽ മതി, മനസ്സറിഞ്ഞ് തൃപ്തിപ്പെട്ട് കൊടുത്താൽ മതി. അത് എല്ലാവർക്കും മനസ്സിലാവുന്നില്ലാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, പിന്നീട് ഒരു സമയത്ത് പറയാം. ഏതായാലും ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കും. 3 കാര്യങ്ങളാണ് ഞാൻ ഹദീത്തിൽ നിന്ന് പറഞ്ഞത്. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. വാക്കുകളും നോക്കുകളും നാളെ പരലോകത്ത് കൃത്യമായി പടച്ചറബ് വിചാരണ ചെയ്യുമെന്ന ബോധ്യം നമുക്കുണ്ടാവണം. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അയൽവാസികളെ ഉപദ്രവിക്കാതിരിക്കട്ടെ. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ്റെ അതിഥിയെ അവൻ ആദരിക്കട്ടെ എന്നാണ്. ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവുക. നമ്മുടെ വാക്കുകളെ നമുക്ക് മറക്കാനാവൂ, വാക്കുകൾ പൊറുക്കാനേ ആവൂ, മറക്കാനാവില്ല എന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഒരാളോടും നമ്മൾ വേദനിപ്പിക്കുന്നില്ലെന്ന് ഉറപ്പിക്കണം. ചില വാക്കുകൾ മുറിവുകളായി ഉണ്ടാകും. വാക്കുകൾ പറയുമ്പോൾ ഒരു കാര്യം സൂക്ഷിക്കുക, തിരിച്ചത് നമ്മിലേക്ക് തന്നെ തിരിച്ചു വരാനും ഒരു സാധ്യത ഉണ്ട് എന്ന്. എൻ്റെ ഒരു നാട്ടിലൊരാൾ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തപ്പോൾ അവിടുത്തെ ഒരു സഹോദരി പറഞ്ഞു, അവരൊക്കെ ആത്മഹത്യ ചെയ്യാൻ പാടില്ലല്ലോ, കുറ്റമാണല്ലോ, അത് വൻ പാപമാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അവർ വളരെ മോശമായി അവരെ പറ്റി പറഞ്ഞു. കാലങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ അവരുടെ വീട്ടിൽ 2 ആത്മഹത്യകൾ നടക്കേണ്ടി വന്നു. മറ്റുള്ളവരുടെ വാക്കുകൾ വേദനിപ്പിച്ചപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നു. അതുകൊണ്ട് സഹോദരിമാരെ, നമ്മൾ പറഞ്ഞ വാക്കുകളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ഇടപാടുകളുമൊക്കെ ചിലതെല്ലാം ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചനുഭവിച്ചേ പോകും.
എനിക്കറിയുന്നൊരു സുഹൃത്തുണ്ട്, അവനെല്ലാവരെയും കളിയാക്കുന്നവനായിരുന്നു. എന്തു പറഞ്ഞും കളിയാക്കും. ഒരാൾ നടന്നു പോയാൽ ആ നടത്തത്തെ കുറ്റം പറയും, ഒരാളുടെ തല നോക്കിയിട്ട് പറയും കഷണ്ടിയാണെന്ന് പറയും. ഇപ്പോൾ അവൻ നല്ല കഷണ്ടിക്കാരനാണ്. അവന് പലരെയും കളിയാക്കിയിരുന്നു, വയറിനെക്കുറിച്ച് പറഞ്ഞ് കളിയാക്കിയിരുന്നു. അവനിപ്പോൾ നല്ല വയറുള്ളവനാണ്. ആളുകളെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞ് കളിയാക്കിയും ചെയ്യുന്നുണ്ടോ അതൊക്കെ നമ്മിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവുകയാണ് ഈ വിഷയത്തിൽ വേണ്ടത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഏതായാലും നമ്മുടെ വാക്കും കാര്യങ്ങളുമൊക്കെ ഏറ്റവും നല്ല വാക്കുകളായി, ഏറ്റവും നല്ല പ്രവർത്തനങ്ങളായി മാറാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. ഞാൻ പറഞ്ഞ വാക്കുകൾ പോലും നിങ്ങളിൽ വേദനയുണ്ടാക്കിയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ പറയുന്ന വാക്ക് മറ്റുള്ളവർക്ക് വേദനയുണ്ടാകും, നമുക്കതറിയില്ല എന്ന് തിരിച്ചറിഞ്ഞ് നല്ലത് പറയാനും അല്ലെങ്കിൽ മൗനം അവലംബിക്കാനും നമുക്ക് തയ്യാറാവാം. നല്ല വാക്കുകൾ പറയുന്നവർക്കുള്ളതാണ് സ്വർഗം എന്ന തിരിച്ചറിവുണ്ടാവുക. പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇരുലോകത്തും നമുക്ക് ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. നമ്മളെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.